ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ രണ്ടുപേരും എങ്ങോട്ടേക്കാന്നല്ലേ? ഞങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഉദ്ദേശമുണ്ട്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അതുല്യയുടെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ ഈ ഒരു ഐറ്റം കണ്ടോ? നമ്മൾ ഇത് വെച്ചൊരു സംഭവം സെറ്റപ്പ് ചെയ്യാൻ പോവാണ്. അവളാണെങ്കിൽ ഒരു കൊതിച്ചയാണ്. അവൾക്ക് ഷവർമയും റൂസിയും എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ആ സാധനം ആ ഒരു ട്രേ നമ്മൾ ആ ഷോപ്പുകാരൻ്റെ കൊടുത്ത് ഒരു സംഭവം സെറ്റപ്പ് ചെയ്യാൻ കൊടുത്തത്. അവർക്കൊക്കെ ആണെങ്കിൽ പുച്ഛമാവും. അവർ വിചാരിക്കുന്നുണ്ടാവും ഈ എവിടെ നിന്ന് കുറ്റിയും പറിച്ചും വന്ന് ഈ രണ്ടെണ്ണം എന്ന്. സൈക്കോസ് ആണെന്ന് ചിലപ്പം വിചാരിച്ച് കാണും. ഞങ്ങൾ അമ്മാതിരി സംഭവമാണ് സെറ്റ് ചെയ്യാൻ പറഞ്ഞു അവരുടെ അടുത്ത്. ആൻഡ് ദെൻ കണ്ടോളൂ, ഇതാണ് ആ സാധനം. അവളൊരു കൊതിച്ചെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് എന്താ ഒരു ഷവർമ കേക്കാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു, സെപ്പറേറ്റായി ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി അത് നല്ല രീതിക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച്. ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിനാണ് ഈ ഷിബിലിയ. ഇവളാണെങ്കിൽ ഒരു പിൻട്രസ്റ്റി ഗേളാണ് ഷിബിലിയ. അപ്പോൾ ഇമാതിരി ഐഡിയാസൊക്കെ അവളുടെ തലയിലേ വരുള്ളൂ. ആൻഡ് ദെൻ ഇവൾ വീട്ടിൽ നിന്ന് ബലൂൺസ്, ക്യാൻഡിൽസ് ഇമാതിരി എല്ലാ ഐറ്റമും ആയിട്ടാണ് അവൾ വന്നേക്കുന്നത്. ആൻഡ് നമ്മളത് സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും വാവാന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അതിന് ശേഷം സെറ്റപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ആക്ച്വലി ഇറ്റ് വാസ് റിയലി ഗുഡ്. നമുക്ക് നമ്മളുടെ ഇതുപോലെ കൊതിച്ച് ഫ്രണ്ട്സിനൊക്കെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറ്റിയൊരു ഐറ്റമാണ്. ആൻഡ് ദെൻ ഗൈസ്, ഞങ്ങൾ വഴിയൊക്കെ തെറ്റി എവിടേക്കോ കയറി ഏതൊക്കെയോ ഗല്ലിയിൽ കൂടെ പോയി ഫൈനലി അവളുടെ വീട്ടിന് പുറത്തെത്തി. ആൻഡ് അതിന് ശേഷം കണ്ടോ, ഷിബിലി വീട്ടിൽ നിന്ന് എല്ലാം ആയിട്ട് സെറ്റായിട്ട് വന്നു. ഞാൻ പറഞ്ഞില്ല ഇവയ്ക്ക് ഇതിനുള്ള കഴിവുള്ളൂ. ആൻഡ് ദെൻ അവൾ ഒരിക്കലും വിചാരിച്ച് കാണില്ല തുല്യ ഞങ്ങൾ ഇമാതിരി ഒരു എൻട്രി നടത്തുന്നു. അവളുടെ എക്സ്പ്രഷനിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ആക്ച്വലി ഗൈസ്, അവളത് ഓവർ ആക്ട് ചെയ്തതല്ല, അവൾ ശരിക്കും ഞെട്ടി ഞങ്ങളെ കണ്ടപ്പം. പിന്നെ നമ്മൾ ഓൾറെഡി അമലുവിൻ്റെ അടുത്ത്, അതായത് അതുലിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ സി അവളുടെ എക്സ്പ്രഷൻ ആൻഡ് അവളുടെ ഒരു ഹാപ്പിനെസ് കണ്ടില്ലേ? സി, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു കമ്പനിയിൽ തുടങ്ങിയതാണ്. നമ്മൾ 3 പേരും ആ കമ്പനി മാറിപ്പോയിട്ടും നമ്മളെ ആ ബോണ്ട് എപ്പോഴും മേ ബി നമ്മുടെയൊക്കെ എന്താ പറയുക ഡൗൺസിലുണ്ടായവരാവും, ഇതുകൊണ്ടാവാം നമുക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. ആൻഡ് ഞങ്ങളുടെ ബോണ്ട് ഇത്രയും കൂട്ടിച്ചേർത്തതിന് ഫുഡ് നമ്മളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കാരണം ഫുഡിലൂടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഈ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആയ ടീംസാണ് ഞങ്ങൾ. ആൻഡ് അതിൽ നാട്ടിൽ പോയത് വന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടവൻ്റെയും കണ്ടവളുടെയൊക്കെ എല്ലാ സ്റ്റോറീസും ഞങ്ങൾക്ക് പറയണ്ടായിരുന്നു. അറിയാലോ, പെണ്ണുങ്ങൾ ചേരുമ്പോൾ ഗോസിപ്പുകളുടെ നമ്പർ കൂടുമെന്നുള്ളത്. ആൻഡ് നമ്മളെല്ലാവരും ആക്ച്വലി കുറേ നേരം അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് വി all enjoyed those moments. We were making memories. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.